കണ്ണി കണ്ട ആളുകളെ മുഴുവൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യന് ജോലി ഉണ്ടാക്കി വെക്കാൻ. ഇപ്പൊ മനസ്സിലായോ? ഒരു കല്യാണം നടത്തുകയെന്ന് വെച്ചാ ചെറിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ച് എല്ലാം കൂടെ എന്റെ തലയിലൊക്കെ ഏറ്റണോ? എനിക്ക് വയ്യ. പറഞ്ഞ കാശ് ഞാൻ കൊടുക്കാം. കാശുണ്ടെങ്കിൽ പിന്നെന്താ, എല്ലാം നടക്കും. അതിനിപ്പോ ഒരു നടത്തിപ്പുകാരന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ നീ നടത്ത്, ദിവാകരനും ഉണ്ടല്ലോ. എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ. മിണ്ടാണ്ടിരിക്കാമോ? ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ വരുമ്പോഴാണ് ഡിസ്കഷൻ. നിന്നെ കാണാണ്ടായപ്പോ ഞങ്ങൾ അങ്ങിരുന്നു. ഒരു പാത്രം ഇങ്ങെടുക്കും മാലു. അവള് കുളിക്കുക. കൊച്ചൂട്ടം വന്നിരുന്നു. സ്വർണ്ണം എടുക്കാൻ എന്ന് ചെല്ലൂന്ന് അറിയാൻ രാധാകൃഷ്ണന്റെ അമ്മാവൻ പറഞ്ഞു വിട്ടതാ. ബുധനാഴ്ചന്ന് പറഞ്ഞു ഞാൻ. ബുധനാഴ്ച എടുത്തൂടെ? ഓ, എന്ന് വേണമെങ്കിലും എടുക്കാം. ചൊവ്വാഴ്ച കാശ് എടുക്കല്ലേ? എന്താ ശോഭേ? ശോഭേ, എന്താ പറ്റിയതാവോ? മനം പുരട്ടിയും തോന്നുന്നു. മനസ്സിൽ പിടിക്കാതെ വല്ലതും കഴിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, നീ എവിടെ ഇരിക്കെ, ഞാൻ നോക്കിക്കോളാം. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. ഒരു വിളർച്ചയും ഒരു അലസതയും. വൈകിട്ട് ടൗണിൽ പോയി ഏതെങ്കിലും നല്ലൊരു ലേഡി ഡോക്ടറെ കാണിക്കേ. കൃഷ്ണ, ഗുരുവായൂരപ്പ. നിനക്ക് മനസ്സിലായില്ലേ? കുടുംബത്തെ അംഗസംഖ്യ കൂടാൻ പോണു. ഇത്തിരി വെള്ളം കൂടി കുടിക്കേ. മതി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്തിരി കുടിക്കും മോളെ, ഇല്ലെങ്കിൽ എന്നെയും ഛർദിക്കും. ഛർദിച്ചോട്ടെ. വേണ്ടെങ്കിൽ കുടിക്കണ്ട. വേഗം റെഡിയാവും. നമുക്ക് ആ ഡോക്ടർ മല്ലിയെ ഒന്ന് കാണാം. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. നിങ്ങളുടെ ഏട്ടനോടൊന്ന് പറഞ്ഞാ മതി. ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും പാടത്തുനിന്ന് നേരെ കയറി വരാണ്ടിരിക്കാം. ചെളിയുടെയും വേർപ്പിന്റെ നാറ്റം സഹിക്കാൻ പറ്റണില്ല. എന്റെ ഭർത്താവിന് ചെളിയുടെ വേർപ്പിന്റെ നാറ്റമുണ്ട്. ഈ നിൽക്കുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ്, ആ ചെളിയുടെ വേർപ്പിന്റെ വിലയാ. ഞാനത് സഹിച്ചോണ്ടോന്നുണ്ടോ? എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ നീ. വേറൊന്നുമല്ല പറഞ്ഞത്. വേർപ്പും ചെളിയും കഴി വൃത്തിയാക്കി വരണമെന്നേ ഞാൻ മീൻ ചെയ്തുള്ളൂ. എന്നാലും അത് ഇൻസൾട്ട് ആയി. എന്റെ ഏട്ടാ, ആ വേർപ്പിന്റെ ചെളിയുടെ മണം നമ്മുടെ മണോ? ഈ വീടിന്റെ മണോ? എന്നിട്ടും കേട്ട് നിൽക്കണ്ടല്ലോ. സുധേ, ശോഭ മീൻ ചെയ്തത്. എന്ത് മീൻ ചെയ്താലും ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ മുഖത്തടിച്ചേനെ. ആരായാലും നിനക്കെന്നെ അടിക്കണോ അല്ലേടി? എന്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ 1000 വട്ടം അടിച്ചു കഴിഞ്ഞു. മിണ്ടാതെ പോടി ഇവിടുന്ന്. അവള് പ്രസവിക്കണം. വേണ്ട, അവള് പറയട്ടെ, ഞാനത് കേൾക്കണം. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. ശോഭയ്ക്ക് ഒരു വാക്ക് പഴച്ചു. അതിന് എല്ലാവരും കൂടെ അവളിട്ട് മറക്കണോ? നിന്റെ കല്യാണം നടക്കണമെങ്കിലേ ഈ ശോഭ തന്നെ കനിയണം. അതറിയാവോ നിനക്ക്?